വീഡിയോയിലെ കണ്ടന്റ് പറഞ്ഞതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് ഉത്തരം സത്യസന്ധമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, ഓണം എക്സാമിന് നിങ്ങൾ പഠിച്ച് തുടങ്ങിയോ? ഇതുവരെയെങ്കിലും ഒരു പേജ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കെങ്കിലും നിങ്ങൾ പഠിച്ചോ? ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത്? വീട്ടിലെ പ്രശ്നങ്ങളാണോ, സ്കൂൾ പ്രശ്നങ്ങളാണോ, നിങ്ങളുടെ പ്രശ്നങ്ങളാണോ? പ്രശ്നം എന്താണെന്ന് ഡീപ്പായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പഠിച്ചു തുടങ്ങിയവരോടാണ്. പഠിച്ചു തുടങ്ങിയിട്ട് എന്താണ് അവസ്ഥ? എല്ലാ വിഷയവും ഒരുപോലെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ചില വിഷയങ്ങൾ ടഫായി തോന്നുന്നുണ്ടോ? ചില വിഷയങ്ങൾ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പ്രശ്നമുണ്ടോ? അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള അവസ്ഥയും അതിനും കൂടെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റുകൾ കറക്റ്റായി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് വീഡിയോസ് ആക്കി തരാൻ പറ്റുള്ളൂ. സോ വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ നാഫി. എടാ, ഓണം എക്സാം അടുത്ത് തുടങ്ങി. ഇനി ഏകദേശം എത്ര ദിവസം ഉണ്ട്? ഒരാഴ്ചയൊക്കെ നമുക്കിനി എന്തുള്ളൂ, ഓണം എക്സാമിന് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ നന്നായിട്ട് ഇനി പറയുന്ന പോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ A+ വാങ്ങാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, സ്റ്റേ ഫോക്കസ്ഡ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഫുൾ ടൈം എന്ത് ചെയ്യുക, പഠനത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു 3 hours രാത്രിയോ അല്ലെങ്കിൽ ഒരു 2 hours മോർണിംഗോ ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫോക്കസ് ആയിക്കൊണ്ട് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാതെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്, അവോയ്ഡ് ഡീവിയേഷൻ ആണ്. നമ്മൾ ഡീവിയേഷൻ അവോയ്ഡ് ചെയ്യല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കാണുന്നതും സ്നാപ്പ് ഇടുന്നതും TV കാണുന്നതും മൊബൈൽ ഗെയിം കളിക്കുന്നതും ഒക്കെ എന്തിൽ പെടും, ഡീവിയേഷനിൽ പെടും. അതേപോലെ നമ്മുടെ ലൈവിലുണ്ട് ഡീവിയേഷൻസ് ഇല്ലേ. നമ്മുടെ ലൈവിൽ എന്ത് ചെയ്യും, കോയി ചാറ്റുകളും സുഖമാണോ, എന്താ ചോറുണ്ടോ എന്നൊക്കെയുള്ള ചാറ്റുകളും ഉണ്ടല്ലോ. അത്തരത്തിലുള്ള കോയി ചാറ്റുകളും ബ്ലാ ചാറ്റുകളും നിങ്ങൾ നോക്കിയിരുന്നാൽ ലൈവിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ പഠനത്തിൽ നിന്നോ ലൈവിൽ നിന്നോ പിന്നോട്ടേക്ക് വലിക്കുന്ന എല്ലാ സാധനങ്ങളും എന്താണ്, ഡീവിയേഷൻസ് ആണ്. അത് വ്യക്തികളാവാം, അല്ലെങ്കിൽ മൊബൈലാവാം, ഇൻസ്റ്റഗ്രാം ആവാം, എന്തും ആവാം. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ മാറ്റി വെച്ചേ പറ്റൂ. സേ നോ ടു ഡീവിയേഷൻ, അല്ലെങ്കിൽ അവോയ്ഡ് ഡീവിയേഷൻ. ഡീവിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, അതിനെ മാറ്റി നിർത്തുക. അടുത്തത് ഫോളോ ലൈവ്സ്. നമ്മുടെ ലൈവ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യണം, നിർബന്ധമാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വരുന്ന ലൈവുകൾ എന്താടാ, ഫുൾ ചാപ്റ്റർ റിവിഷൻസ് വിത്ത് ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാപ്റ്റർ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നമ്മുടെ ലൈവ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരിക്കലും കോയി ചാറ്റ് അല്ലെങ്കിൽ ബ്ലാ ചാറ്റ് നിങ്ങൾ ലൈവിൽ നടത്തരുത്. അത് നിങ്ങൾ ലൈവിൽ നടത്തുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് അവിടെ എന്ത് ചെയ്യാണ്, ഇല്ലാതായി പോവാണ്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ അവിടെ ഇല്ലാതായി പോവാണ്. അപ്പോൾ നമ്മുടെ ലൈവ് കറക്റ്റായിട്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ലൈവിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നോട്ട് അയച്ചു തരും. അപ്പോൾ ആരെങ്കിലും കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യുക. ആ കമ്മ്യൂണിറ്റിയുടെ നോട്ട് ഒരു വലിയ നോട്ടായിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അത് മാത്രമല്ല, ലൈവിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അത് ബോർഡിൽ കുറേ കാര്യങ്ങളും പ്രോബ്ലംസും പോയിന്റ്സും ഒക്കെ തരും. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വെക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു സെൽഫ് മെയ്ഡ് ഷോർട്ട് നോട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. ഇത് സയൻറ്റിഫിക്കലി പ്രൂവനാണ്. അപ്പോൾ നിങ്ങളൊരു നമ്മുടെ ലൈവ് ക്ലാസ് കാണുമ്പോഴും നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും, ആ ചാപ്റ്ററിനോടൊരു ഇൻട്രസ്റ്റ് കൂടും, ആ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് കൂടും. പിന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലും പ്രോപ്പർ സ്ലീപ്പ് ഇല്ലെങ്കിൽ മക്കളെ അത് പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരിക്കലും പഠിച്ച കാര്യം ഓർമ്മിക്കാൻ പറ്റില്ല. ഈ ഫോക്കസും കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടും. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നതാണ്, പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഇല്ലാത്തത് കൊണ്ടുണ്ടാവുന്ന. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മിനിമം ഒരു 7 മണിക്കൂറും മാക്സിമം ഒരു 8 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങണം. അപ്പോൾ 7-നും 8-നും ഇടയിലുള്ളൊരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറക്കത്തിനായിട്ട് 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള ഇതിനുള്ള ഇടയിലുള്ളൊരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറക്കത്തിനായിട്ട് മാറ്റി വെക്കണം. നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം. ഉറക്കം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കില്ല, ഫോക്കസ് കിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ആൻഡ് ഏർലി മോർണിംഗ് റിവിഷൻ. നിങ്ങൾ ഡെയിലി രാവിലെ ഒരു 6 മണിക്കോ ഒരു 5 മണിക്കോ ഒക്കെ എണീറ്റിട്ട് തലേന്ന് രാത്രി നമ്മൾ എജ്യൂപോഡിന് ലൈവിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് നോട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഷോർട്ട് നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ റിവൈസ് ചെയ്യണം. ഏർലി മോർണിംഗ് ഒരു 5 മണിക്ക് 6 മണിക്കൊക്കെ നിങ്ങൾ എണീച്ചിട്ട് എജ്യൂപോഡിന് ലൈവ് കണ്ട് നിങ്ങൾ തയ്യാറാക്കിയ ഷോർട്ട് നോട്ട് എന്ത് ചെയ്യണം, രാവിലെ എണീറ്റ് റിവൈസ് ചെയ്താൽ അത് നിങ്ങളുടെ തലച്ചോറിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കയറി തലച്ചോറിനത് ഗ്യാസ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തലച്ചോറിലേക്ക് കാര്യങ്ങൾ സ്റ്റോർ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, ഓർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ A+ ഉറപ്പാണ്. ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ആ കാര്യങ്ങളോടൊക്കെ എന്ത് ചെയ്യുക, നോ എന്ന് പറയുക. നമ്മുടെ ലൈവുകൾ ഡെയിലി ഫോളോ ചെയ്യുക. ലൈവ് കണ്ട് നിങ്ങൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ലൈവിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങുക. എന്നിട്ട് അതിരാവിലെ എണീച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് കണ്ടുണ്ടാക്കിയ ഷോർട്ട് നോട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ A+ ഉറപ്പാണ്.
സെറ്റാണോ? റെഡിയാണോ? അപ്പോൾ ഇന്ന് മുതൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുള്ള ഉറപ്പുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഞാൻ ഫോളോ ചെയ്യുന്ന എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ 2 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതുകൂടി എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നടക്കാൻ പോകുന്ന ഓണം എക്സാം എല്ലാവർക്കും ഈസി ആവട്ടെ. ഓണം എക്സാമിന് എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കും ഓണം എക്സാമിന് ഫുൾ A+ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. ബൈ.